പാർട്ടി എന്താണോ ചോദിക്കുന്നത്, എന്താവശ്യത്തിനാണോ ചോദിക്കുന്നത്, അത് കൃത്യമായി നിറവേറ്റും എന്ന ബോധ്യം എത്രയോ കാലത്തെ അനുഭവത്തിലൂടെ നാടിനും നാട്ടുകാർക്കും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സംരംഭങ്ങൾക്ക് വലിയ പിന്തുണ എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും ലഭിക്കുന്നത്. CPIM-ൻ്റെ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട സമ്മേളനങ്ങൾ നടക്കുന്ന സന്ദർഭമാണിത്. നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ജില്ലാ സമ്മേളനങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇനി സംസ്ഥാന സമ്മേളനമാണ്. അത് കഴിഞ്ഞ് പാർട്ടി കോൺഗ്രസ്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ CPIM-ൻ്റെ പ്രസക്തി വലിയ തോതിൽ വർദ്ധിച്ച ഒരു ഘട്ടമാണിത്. രാജ്യം ഗുരുതരമായ ചില വെല്ലുവിളികൾ നേരിടുന്ന ഘട്ടമാണിത്. ആ വെല്ലുവിളി രാജ്യത്തിൻ്റെ ഭരണഘടന, മതനിരപേക്ഷത, ജനാധിപത്യം, അത്തരം കാര്യങ്ങളെല്ലാം വലിയ തോതിൽ വെല്ലുവിളിക്കപ്പെടുന്നു. ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ ഓരോന്നോരോന്നായി തകർക്കാൻ ശ്രമിക്കുന്നു. ഒരു രാജ്യം എപ്പോഴും ജനങ്ങൾ ഒന്നിച്ചു നീങ്ങേണ്ടതാണ്. പക്ഷേ ജനങ്ങളിൽ വലിയ തോതിലുള്ള ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. മതനിരപേക്ഷതയാണ് നമ്മുടെ രാജ്യത്തെ വിവിധ മതവിശ്വാസികളെ ആകെ ഏകോപിപ്പിച്ച് നിർത്താൻ നിർണായക ഘടകമായിട്ടുണ്ട്. മതനിരപേക്ഷതയുടെ പ്രത്യേകത ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള അവകാശമാണ്. ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അതിനും അവകാശം നൽകുകയാണ്. എല്ലാവർക്കും തുല്യ അവകാശമാണ്. ആരോടും പ്രത്യേക പ്രതിപത്തിയില്ല. ഇതാണ് മതനിരപേക്ഷതയുടെ പൊരുൾ.